ദൈവത്തിന്റെ കയ്യിലെ സ്നേഹത്തിന്റെ പെൻസിൽ, കാരുണ്യത്തിന്റെ മാലാഖ. അതെ, ലോകം മുഴുവൻ അവളെ വിശുദ്ധ മദർ തെരേസ എന്ന് പാടിപ്പുകഴ്ത്തുന്നു. നന്മ ചെയ്തുകൊണ്ട് അവൾ നടന്നു നീങ്ങിയ നമ്മുടെ ഭാരതം, ഈ നാട് അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. ആ ജീവിതത്തിന്റെ ധന്യതയാൽ ലോകം കൂടുതൽ നന്മ നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കാം. മദർ തെരേസ മനുഷ്യദൃഷ്ടിയിൽ ദുർബലമായ ആകാര ഭംഗിയുള്ളവൾ ആയിരുന്നു. എന്നാൽ വിശക്കുന്നവനിലും ദാഹിക്കുന്നവനിലും രോഗിയിലും കാരാഗ്രഹവാസിയിലും ഭവനരഹിതനിലും പരദേശിയിലും പരിത്യക്തനിലും ക്രിസ്തുവിനെ കാണാനുള്ള കാരുണ്യത്തിന്റെ വിശാല ഹൃദയമുള്ളവളായിരുന്നു അവൾ. 1000 മനുഷ്യജന്മങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന പുണ്യം ഒരു ജന്മം കൊണ്ട് ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയവൾ വിശുദ്ധ മദർ തെരേസ. ജനനം മാസിഡോണിയയിലെ അൽബേനിയൻ കുടുംബത്തിൽ. പേര് ആഗ്നസ് ഗോൺസ ബൊജക്സ. 12-ാം വയസ്സിൽ എല്ലാം ദൈവഹിതത്തിന് സമർപ്പിച്ച് അവൾ സന്യാസിനിയാകാൻ തീരുമാനിച്ചു. 1922 അയർലൻഡിൽ ലൊറാറ്റോ കോൺവെന്റിൽ ഒരു നവസന്യാസിനിയായി ചേർന്നു. ലോകം കണ്ട ഏറ്റവും വലിയ പ്രേക്ഷിത വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ പേര് സ്വീകരിച്ച് സിസ്റ്റർ തെരേസ എന്ന പേരിൽ ആദ്യ വ്രതവാഗ്ദാനം നടത്തി. അക്ഷരങ്ങളുടെ ലോകത്തിലൂടെ ദൈവത്തെ കൊടുക്കാൻ ഒരു അധ്യാപികയുടെ വിളിയാണ് അവൾ ആദ്യം സ്വീകരിച്ചത്. നഗരത്തിലെയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെയും ചീഞ്ഞുനാറുന്ന ഓടകളും ദരിദ്ര ചേരികളും ആ കുടിലിനു മുകളിൽ താമസിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരോഗികളുടെയും വേദനിപ്പിക്കുന്ന മുഖങ്ങൾ സിസ്റ്റർ തെരേസയിൽ മറ്റൊരു തിരിച്ചറിവിന് കാരണമായി. മനുഷ്യവേദനയിൽ പങ്കുചേരാതെയുള്ള സന്യാസം നിരർത്ഥകമാണ്. 1946 സെപ്റ്റംബർ 10 പാവപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കുന്ന ഹൃദയവുമായി സന്യാസ ധ്യാനത്തിനായി ഡാർജിലിംഗിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ലോകത്തെ മുഴുവനും കാരുണ്യത്തിൽ നിറയ്ക്കാനുള്ള വിളിക്കുള്ളിലെ വിളി അവൾക്ക് ലഭിച്ചത്. രോഗികൾക്കും അഗതികൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ക്രിസ്തു സന്യാസിനിയാവുക. അങ്ങനെ 1948 പാവങ്ങളെ ശുശ്രൂഷിക്കാനായി ലൊറാറ്റോ കോൺവെന്റ് വിട്ട് ചേരിയിലേക്ക് അവൾ ഇറങ്ങിത്തിരിച്ചു. കൽക്കട്ടയിലെ നിസ്വരും നിരാലംബരുമായിരുന്ന പട്ടിണിപ്പാവങ്ങൾ അവളെ അമ്മേ എന്ന് ആദരവോടെ വിളിച്ചു. അവളുടെ ശുശ്രൂഷയിൽ അനേകർ ആകർഷിതരായി. വെല്ലുവിളിയുടെ ജീവിതം ഏറ്റെടുക്കുവാൻ പലരും മുന്നോട്ട് വന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന തിരുവചനം അവളുടെ പാദങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. കൽക്കത്ത മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാർ ധരിക്കുന്ന നീലക്കരയുള്ള 3 സാരിയും ഒരു ചെറിയ കുരിശും ജപമാലയും ബൈബിളും ഒപ്പം സമ്പാദ്യമായി 5 രൂപയുമാണ് അവൾക്കുണ്ടായിരുന്നത്. ജാതിമത വർണ്ണവർഗ ഭേദങ്ങൾക്കതീതമായി മനുഷ്യനെന്ന സത്യത്തെയും അവന്റെ ദുഃഖങ്ങളെയും വിലമതിക്കാൻ അവൾ പഠിപ്പിച്ചു. മഹാത്മാഗാന്ധിക്ക് ശേഷം ഭാരതം കണ്ട കാരുണ്യത്തിന്റെ ജീവസാക്ഷ്യമായിരുന്നു അവൾ. തെരുവിന്റെ ഓരങ്ങളിൽ വ്രണം വമിച്ച് ദുരിതത്തിലാണ്ട കുഷ്ഠരോഗികളെ തേടി അവളുടെ കാരുണ്യത്തിന്റെ കരങ്ങളെത്തി. യാചകരും രോഗികളുമായി ഇരുളിലും മരണത്തിന്റെ നിഴലിലും കഴിഞ്ഞവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശമായി 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹം രൂപം കൊണ്ടു. നന്മയെ എതിർക്കുന്നവർ ആ നാളുകളിലും ഉണ്ടായിരുന്നു. ആദ്യ നാളുകളിൽ സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചിട്ടുള്ളവർ മദർ തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവാചകരായി. വാർത്താ മാധ്യമങ്ങൾ അവളെ ലോകത്തിൽ കാരുണ്യത്തിന്റെ മാലാഖയായി വാഴ്ത്തി. 1978 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകമൊന്നാകെ മദർ തെരേസയ്ക്ക് മുമ്പിൽ ശിരസ്സു നമിച്ചു. പിന്നീടും അനേകം ബഹുമതികളും അവാർഡുകളും അവളെ തേടിയെത്തി. നീണ്ട വർഷങ്ങളിലെ വിശ്രമിക്കാത്ത കഠിനാധ്വാനം അവളെ ശാരീരികമായി തളർത്തി. 1997 സെപ്റ്റംബർ 5 ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശാന്തിയും പ്രത്യാശയും പകരാൻ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച മദർ തെരേസയുടെ പുണ്യാത്മാവ് ഭൗതിക ദേഹം വിട്ട്
സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. മദറിന്റെ വസതിക്ക് മുമ്പിൽ രാജ്യമൊന്നാകെ വിതുമ്പി നിന്നു. 36 രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ അവളുടെ അന്ത്യയാത്രയ്ക്ക് സാക്ഷികളായി. ഭാരതം സർക്കാർ ബഹുമതികളോടുകൂടെ രാഷ്ട്രപിതാവിന്റെ ഭൗതികദേഹം സംവഹിച്ച അതേ വാഹനത്തിൽ സന്യാസത്തിന്റെ വിശുദ്ധ വസ്ത്രങ്ങൾക്ക് മുകളിൽ ദേശീയ പതാക പുതപ്പിച്ച് തികച്ചും ഭാരതപുത്രിയായി അവളുടെ ജീവിതത്തോട് ആദരവ് പുലർത്തി. പാവങ്ങളുടെ അമ്മയും കനിവിന്റെ മാലാഖയുമായ മദർ തെരേസയെ 2003 വാഴ്ത്തപ്പെട്ടവളായി വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 4 റോമിലെ ചരിത്ര പ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ അങ്കണത്തിൽ വെച്ച് കാരുണ്യത്തിന്റെ പ്രവാചകനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ മാലാഖയായ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നു. ആ പുണ്യവതിയുടെ അനുഗ്രഹങ്ങളാൽ നമ്മുടെ നാട് ധന്യമാകട്ടെ. ഒരു മെഴുകുതിരിയിൽ നിന്ന് 1000 തിരിനാളങ്ങൾ എന്ന പോലെ ഒരു മദർ തെരേസയിലൂടെ വാഴ്വിന്റെ ജീവിതത്തിൽ നിന്ന് 1000 കരുണയുടെ തെരേസമാർ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. Where does this love begin? In our own family, in our own home. How does it begin? By praying together. Family that prays together stays together. And if you stay together, you will love one another as God loves each one of you.